ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും സമൂഹം വില കൽപ്പിക്കാത്ത പട്ടിണിപ്പാവങ്ങളായ കുറെ ഫുഖറാക്കളും അടിമകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതലും ഹബീബിന്റെ കൂടെയുള്ള ആളുകൾ. മലയാളിമാരുണ്ട്, പക്ഷെ അടിച്ചമർത്തപ്പെട്ട അടിമകൾ, പ്രത്യേകിച്ച് ആദ്യകാലത്ത് എപ്പോഴും ഉണ്ടാവും ചുറ്റുഭാഗത്ത് ഒരു പിടി അടിമകൾ. മക്കയിലെ പ്രമുഖരായ ഖുറൈശികളിൽ പലരും വന്നുകൊണ്ട് പറഞ്ഞു, അവരിങ്ങനെ ഹബീബിന്റെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി വരും. അപ്പൊ അവരെ കാണുമ്പോ അങ്ങനെ പോകും. അവരെങ്ങനെ കാണുമ്പോ ഒരു അവസ്മാരമല്ല. അപ്പൊ ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇത് ആ ഒട്ടകത്തിന്റെ മണമുള്ള കുറെ പാവങ്ങളുണ്ടല്ലോ, ഐറ്റിങ്ങളിട്ടുള്ള ഇരുത്തം നിർത്തുമെന്ന് വെച്ചു. അവരെ അടിയിലൊന്നും ഞങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയില്ല. എന്നാ ചളിയും ഒട്ടകത്തിന്റെ സ്മെല്ലും എന്താ എന്റെ കഥ എന്ന് വെച്ചു. അവരാണ്ട് മജ്‌ലിസിൽ നിന്ന് മാറ്റിയാല് ഞങ്ങൾ ദീൻ സ്വീകരിച്ചോളാം. എന്താ പ്രവർത്തനം? അവരൊന്നും അങ്ങോട്ട് മാറ്റിയാല് ഞങ്ങൾ ദീൻ സ്വീകരിച്ചോളാം. ഞങ്ങൾക്ക് തടസ്സം എൻ്റെ അടുത്ത് വന്നിരിക്കും. ഒരേ വാക്കുദ്ധരിക്കണേ, നിങ്ങളടുത്ത് ഞാൻ പറയാം, നിങ്ങളടുത്ത് വന്നിരിക്കാൻ നമുക്കുള്ള തടസ്സം എപ്പോ നോക്കിയാലും ഈ പൊട്ടിപ്പൊളിഞ്ഞ് കുപ്പായിട്ടിട്ട് കുറെ അടിമകളും പാവങ്ങളും അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ആരാന്ന് കരുതി ഞങ്ങളെല്ലാരും സ്വീകരിച്ചോളാം, മുസ്ലിമായിക്കോളാം. നമ്മൾ സ്വീകരിച്ചാൽ നമ്മളെ കുടുംബങ്ങളൊക്കെ വരും ചെയ്യും. റസൂലുള്ളാഹിനെ അങ്ങനെ കയ്യിലെടുക്കണം. നമ്മൾ സ്വീകരിച്ചാൽ നമ്മളെ കുടുംബങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ എന്ത് വേണം? ഈ പട്ടിണി പാവങ്ങളൊന്നും അങ്ങോട്ട് തട്ടണം. അപ്പൊ സത്യത്തിൽ മുത്തന് പിന്നെ മനസ്സില് പാവങ്ങളെ ഇൻസൾട്ട് ആക്കിയതല്ല, എന്നിട്ടെങ്കിലും ഇവരിങ്ങോട്ട് വന്നിട്ടിയാലോ, അങ്ങനെ ഉണ്ടാവില്ല, എന്നിട്ടെങ്കിലും ഇവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടിയാലോ എന്നുള്ള തൽക്കാലം ഒന്നും മാറ്റണോന്ന് തോന്നി. അപ്പോഴാണ് ഈ ആയത്ത് വസ്ബിർ നഫ്സക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പിടിച്ചു നിർത്തിക്കോളി, മഅല്ലദീന, ഒരു വിഭാഗത്തിന്റെ കൂടെ, യദ്ഊന റബ്ബഹും, അവർ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹിനോട് ദ്വാരന്നുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. ബിൽ ഗദാത്തി വൽ അശി, ബിൽ ഉദുവൽ ആസാൽ അങ്ങനെയുണ്ട്, അത് മാറിപ്പോതാം. ബിൽ ഗദാത്തി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും. രാവിലെയും വൈകുന്നേരം എന്ന സദാ എന്നേ അർത്ഥമുള്ളൂ. പിന്നെ രാവിലെ വൈകുന്നേരം എന്ന് പറയാൻ പ്രത്യേകിച്ച കാരണമുണ്ട്. എന്താ വെച്ചാൽ രാവിലെ എന്നുള്ളത് മനുഷ്യൻ ഖബറിന്ന് എണീക്കണതിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. ദീർഘമായ ഗാഠനിദ്രയിൽ ആണ്ടുപോയി പിന്നീട് ഞെട്ടിയുണർന്ന് സടകുടഞ്ഞ് നിൽക്കുന്ന രംഗുണ്ടല്ലോ, അത് മനുഷ്യൻ വിളിയാളം കേട്ട് ചോറുന്ന കാഹളത്തിൽ ഊത്തുകെട്ട് ഖബറിന്ന് എണീക്കുന്ന ആ കാര്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് രാവിലെ എന്നുള്ളത് പ്രത്യേകിച്ച്. വൈകുന്നേരം എന്ന് പറഞ്ഞാലോ, വൈകുന്നേരം രാത്രിയാണ്, ഖബറിന്റെ ഇരുളിനെയും മരിക്കാൻ പോവാണ്. കാരണം അന്നൗമു അഹുൽ മൗത്തി എന്നാണ്. ഉറക്കെന്നുള്ളത് മരണത്തിന്റെ ബ്രദറാണെന്നാണ്. അത് മരിക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്തെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് ആ ഓർമ്മകൾ വരാൻ വേണ്ടിയാണ്. അല്ല രാവിലെ വൈകുന്നേരം മാത്രം ദിക്ർ ചൊല്ലുന്നവർ എന്ന അർത്ഥത്തിനല്ല. സദാ അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി ഫിക്ർ ചെയ്ത് നടക്കുന്ന കുറച്ച് പട്ടിണിപ്പാവങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവരെ കൂടാണ്ട് ഇരുന്നാൽ മതി. വലാ തഅദു ഐനാക അൻഹും, അവരെ തൊട്ട് നിങ്ങളെ രണ്ട് കണ്ണ് തെറ്റിപ്പോകണ്ട, ചെരിയണ്ട. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നാൻ നിൽക്കണ്ട, ഇവരെ കൂടെ ഇരുന്നോളി എന്ന് പറഞ്ഞു. എന്നിട്ടൊരു പ്രഖ്യാപന, വലാ തുതിഉമൻ അഫൽനാ ഖൽബഹു അൻ ദിക്രിന, നമ്മുടെ ദിക്റില്ലാതെ ഹൃദയങ്ങളെ ഉണങ്ങി വറ്റി വരണ്ട് നമ്മൾ ഗഫലത്താക്കിയ ആളുകളുടെ കൂടെ ഇരുന്നു പോകണ്ട. വക്കാന അംറുഹു ഫുറുത്ത, അവരുടെ കാര്യങ്ങളൊക്കെ പരിധി വിട്ടിട്ടാണ് പോണത്. അതുകൊണ്ട് നബിയെ, മുത്തുനബി ഇരിക്കുന്നിടത്തോടെ ഉറച്ചു നോളി. അതിന് വേണ്ടിയിട്ട് മുമ്പിലുള്ള ആരെയും തട്ടാനും നിൽക്കണ്ട, ഒഴിവാക്കാനും നിൽക്കണ്ട, പുതിയ ആൾക്കാരെ ഇങ്ങനത്തെ ഇമാതിരി ആളുകളെ കയറ്റാനും നിൽക്കണ്ട, നിങ്ങളുള്ളോടത്ത് നിങ്ങളൊന്നും വിളിക്കുന്നത്. യാ അല്ലാഹ്, ആരായിരുന്നു ഇവര് എന്ന് ചില കിതാബിൽ പറയുന്നുണ്ട്. അമ്മാർ റളിയല്ലാഹു അൻഹു, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ അടുത്തിരിക്കാണ്. വേണ്ടപ്പോ മറ്റൊരു നമുക്കുണ്ടല്ലോ ഈ കല്യാണ പരിന്ന് ചോറേക്കും അടുത്തോക്കും, ഉണക്കലിമീ ആസ്വദിക്കണം മയമാക്കാണ് ഇവിടെ ഉള്ളത്. എല്ലാം നീച്ചിട്ട് അപ്പുറത്ത് പോയിരിക്കുക. ആ പരിപാടി തന്നെ. കല്യാണ പരിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. അപ്പൊ തൊട്ടടുത്തിരിക്കണ ഉണക്കൽ വെക്കണ മയമാക്ക,
കുപ്പായത്തിനാണെങ്കിൽ സ്മെല്ല് വരുന്നുണ്ട്. മൂപ്പരൊന്ന് കയ്യും ആ റാഡാ വാച്ചൊക്കെ ഒന്ന് കുടഞ്ഞിങ്ങാണ്ട് അങ്ങനെ ഉണ്ടല്ലോ. അവര് ഇതേമാതിരി എന്നല്ല, ഇതിന്റെ ഒരു അനന്തരക്കാരൻ തന്നെയാണ് അവര്. നമ്മളായത് പാവങ്ങളെ കൂടെ ഇരിക്കാൻ സന്തോഷിക്കണം. പാവങ്ങളെടുന്ന് എണീറ്റ് പോയത്. ബസ്സിലൊക്കെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഇയാൾ നമ്മളാട്ടിൽ കൂടെ ആ കുപ്പി പറിക്കാണെന്ന ആളല്ലേ. പിന്നെ ശരീരത്തിൽ അഴുക്കാവും നജസാവും അല്ലെങ്കിൽ പകർച്ചവ്യാധിയൊക്കെ പേടിച്ചാൽ പോകട്ടോ. ഈ പാവങ്ങൾ എന്ന ആ പോയിന്റിൽ അത് നിസ്സാരപ്പെടുത്തിയിട്ട് എണീറ്റാൽ നാളെ നമ്മൾ അള്ളാഹു താല പാവങ്ങളാക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബരിൽ പലർക്കും അതന്നെ ഉണ്ടായത്. എപ്പോ നോക്കിയാലും സുഹൈബ് വിദേശിയാണ്, സുഹൈബ് റോമക്കാരനാണ്, വിദേശിയാണ്. അദ്ദേഹം ഉണ്ടാവും, അമ്മാർ ഉണ്ടാവും, ഹബ്ബാബ് ഉണ്ടാവും, ഹുബൈബ് ഉണ്ടാവും, റളിയല്ലാഹു അൻഹു. പിന്നെ കറുകറുത്ത മൂക്ക് ചപ്പിയ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അവർക്കൊരു പോരായിത്തരം. ആരാപരക്കെന്ന് അറിയങ്ങള് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുമ്പിന്റെ തകരയിൽ എത്തിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കും. ഇരുമ്പിന്റെ തകരയിൽ ഇരുത്തുക, എന്നിട്ട് അടിയിൽ നിന്ന് തീ കാച്ചുക, ചുട്ടിട്ട് പഴുത്തിട്ട് രോമവും തൊലിയും കരിയാൻ വേണ്ടിയിട്ട്. എന്തിന്? എന്നിട്ടെങ്കിലും ദീനിന്ന് പുറത്താവാൻ. ഒരിക്കൽ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളെ തേങ്ങിക്കരച്ചിൽ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ നോക്കി, അപ്പൊ ബിലാൽ എന്ന് ഉമ്മയ്യത്ത് ചെയ്യുന്ന പണി എന്താ അറിയോ? നല്ല ഇരുമ്പിന്റെ ദണ്ട് അടുപ്പിലിട്ടിട്ട് പഴുപ്പിച്ച് ചൂടാക്കിയിട്ട് മേത്തിങ്ങനെ വെക്കുകയാണ്. അപ്പൊ ഈ തൊലി ഉരുകണ ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. ആയിക്കൂടെ ബിലാലിന്റെ തേങ്ങലും മുത്തനബിന്റെ 2 കണ്ണൊന്നും കവിൾത്തടങ്ങളിലൂടെ കണ്ണീര് ചാലിട്ട് ഒഴുകിയെന്നാണ്. മക്കയിലാണ് ഈ സൂറത്ത്. മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ മക്കയിൽ ഇറങ്ങി എന്നുള്ള അർത്ഥം വെക്കരുത് കേട്ടോ. ഹിജറക്ക് മുമ്പുള്ള സൂറത്ത് ആയത്തെ എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ അദ്ദേഹം ഇന്നാന്ന് ചോദിച്ച വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ഇതൊക്കെ മക്കയിലുള്ളപ്പോ തന്നെ ഇറങ്ങിയതാണ്. എന്നിട്ട് മദീനത്തെ യഹൂദിയങ്ങൾ എങ്ങനെയാണ് ചോദിക്കാൻ പറഞ്ഞേക്കുക. നല്ല ബുദ്ധിയുള്ള ആളുകളുടെ ചോദ്യം. അതിനെന്താ, ഈ ആളെ ഒന്ന് പുറത്താക്കാനും നശിപ്പിക്കാനും അവര് പലരോട് ഇടക്കിടക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ മക്കയിലെ പണ്ഡിതന്മാരായ യഹൂദികളോട് എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കൊടുത്താണ്. മക്കിയാണ് ആയച്ച. അപ്പോ തേങ്ങ ഇങ്ങനെ ഭയങ്കര കരച്ചില്. നീ റബിയുലോ റബിയുല അല്ലെങ്കിൽ ഹബീബിനെ നന്നായി പഠിക്കണം. ആവുമ്പോ സാന്ദർഭികമായി എന്ന് മാത്രം, അത്രയോ. ഹലോ, ഭയങ്കര തേങ്ങിക്കരയില്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞോണ്ട് പോയി. ഇടക്ക് ബിലാല് പറയുന്നുണ്ട്, അഹദ് 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 എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് പഠിപ്പിച്ചിട്ട് ഈ മുഹമ്മിന്റെ കൂടെ കൂടുവാടാ, ഈ അല്ലാഹു ഒരുവനാന്ന് പറയടാ. അപ്പൊ ബിലാല് കത്തിക്കരിഞ്ഞിട്ട് ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അല്ലാഹു അഹദ് എന്ന് പറയാണ്. അതാണ് കേൾക്കുന്നത് നേതാവ് മുഹമ്മദ് മുസ്തഫ. ആ മാനസിക അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇടങ്ങറ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദൂരേന്ന് വിളിച്ചു പറഞ്ഞു, യുൻജീക്കൽ അഹദു യാ ബിലാൽ, യുൻജീക്കൽ അഹദു യാ ബിലാൽ, യുൻജീക്കൽ അഹദു യാ ബിലാൽ. ആ അഹദായ റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തും ബിലാലെ മുഹമ്മദ് മുസ്തഫ. ഇത് വിളിച്ചറിഞ്ഞോണ്ട് വീട്ടിൽ പോണ്, കരഞ്ഞോണ്ടാ പോണത്. വീട്ടിൽ പോയി ഇങ്ങനെ കാര്യ. അപ്പൊ വന്നു മറ്റേ ആള്. ആ ആളെന്ന് പറഞ്ഞു, ഞാനോ മനുഷ്യനോ? അബൂബക്കറിന് സിദ്ദീഖ്. അത് വരുമല്ലോ, അതല്ല ദുഃഖമുള്ള സമയത്ത് ഇഷ്ടപ്പെട്ട ആളൊപ്പം എത്തൂലേ. അപ്പൊ ഈ കരഞ്ഞ് കലങ്ങിയ കണ്ണു വെച്ചിരിക്കണാണ് കാണുന്നത്. എന്തേ മുത്തനബി, എന്താ സംഭവം എന്ന് ചോദിച്ചോ. പറയാൻ കിട്ടണില്ല, സങ്കടം കൊണ്ട്. ഇത് കണ്ടതല്ലേ. ഇത് ഉമ്മത്തിൽ ഏതെങ്കിലും ആൾക്ക് കഷ്ടപ്പാട് വരുമ്പോ സ്വന്തം ഉമ്മ മോനെ വരുന്നേ കണ്ട എത്ര വിഷമിക്കോ അതിനേക്കാളും വിഷമിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വലങ്കൈക്കാണ് ഈ കഷ്ടപ്പാട് കാണുന്നത്, ലൈവായി കാണാണ്. മനസ്സ് പൊട്ടൂലേ? എത്ര ധീരത ഉണ്ടായിട്ടെന്താ അവിടെ പൊട്ടുമല്ലോ മനസ്സ്. അപ്പൊ തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കറെ ഞാൻ വരുമ്പോ അങ്ങനെ രംഗം കണ്ട അബൂബക്കറെ സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ സിദ്ദീഖിലെ കുറെ സംഗതി നല്ല വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ പിടിച്ചു നിർത്തി തങ്ങൾക്ക് വേണ്ടിയിട്ട്. സിദ്ദീഖ് എന്നവർ എപ്പോഴും പിടിച്ചു നിർത്തുന്ന ആളാണ്, പൊട്ടൂല. എന്തിനെ? തങ്ങളെ ആസ്വദിപ്പിക്കാൻ. അതിനേക്കാളും ബേജാറുണ്ട്, പക്ഷെ പിടിച്ചു നിർത്തി. വഫാത്താൻ കാരണം എന്താ? കിതാബിലൊക്കെ എഴുതി സിദ്ദീഖ് എന്നൊരു വഫാത്താൻ കാരണം റസൂലുള്ളാഹിന്റെ വഫാത്താണെന്നാണ്. അതാണ് കാരണം ഉള്ളിൽ പിടിച്ചു നിർത്തി. അപ്പൊ ഉള്ളുരുകി, കൽബൊക്കെ പോയി, വേഗം വഫാത്തായി. അതുകൊണ്ട് പിടിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, മുത്തനബിയെ കരയണ്ട, അക്കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനത്തെ 4 ആൺകുട്ടികളുടെ മതി, കാര്യം ഏറ്റു. എന്താ അബൂബക്കറെ ഏൽക്കണോ? ബിലാലിന് പൈസ കൊടുത്തിട്ട് ഞാൻ മോചിപ്പിച്ചിട്ട് നിങ്ങളെടുത്ത് കൊടു നോക്കുന്ന. ഇതിനേക്കാളും വലുത് അപ്പൊ എന്താ വേണ്ടത്? ബിലാലിനെ ഞാൻ പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കും, നിങ്ങൾക്ക് തരുന്ന.
അപ്പൊ ആശ്വാസമായി. സിദ്ദീഖ് വേഗം പിന്നെ അടുത്ത പരിപാടിക്ക് പോവാ. അപ്പൊ ബിലാലിനെ ഇയാളെ ഈ ഇരുമ്പ് പഴുപ്പിച്ചിട്ട് ചൂടാക്കിയിട്ടൊന്നും മാറിയിട്ടില്ല. നെക്സ്റ്റ് ഇയാളെ പരിപാടി എന്താ അറിയോ? കഴുത്തിൽ ചങ്ങലിട്ടിട്ട് മണൽക്കുടി വലിച്ചുകൊണ്ട് പോകും ഈ കറുത്ത മനുഷ്യനെ. ആളുകളെല്ലാം കൂടി കൂട്ടിയിട്ട് ശരീരത്തിൽ പാറക്കല്ലുകളൊക്കെ കയറ്റി വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് അടിക്കുണ്ട്, ഉള്ളുകൂടി കുത്തുന്നുണ്ട് ചിലർ. ഇത് കണ്ടിട്ടാണ് ശ്രദ്ധിക്കുന്നവർ ഓടി വരുന്നത്. കുറെ ആൾക്കാരിങ്ങനെ കൈയടിക്കുന്നുണ്ട്. ബിലാലിങ്ങനെ ഈ കല്ലൊക്കെ കൂടി നെഞ്ചത്ത് വന്ന ആള് ചപ്പല്ലോ, അമ്മീൻ്റെ തൊട്ട് തവളന്റെ മാതിരി ആവൂല, ചപ്പല്ലോ. അപ്പൊ അത് ശ്വാസം വലിക്കുന്നുണ്ട്. ഈ ഇടങ്ങറിലാണ് ശ്രദ്ധിക്കുന്നവർ കൊണ്ട് വരുന്നത്. ഉടനെ ശ്രദ്ധിക്കുന്നവർ വെച്ചു, ഈ ആൾക്ക് ഈ അടിമക്ക് എത്ര റുപ്യാണ്? അപ്പൊ ഉമ്മയ്യത്ത് വെച്ചു, എത്ര തരാ? ഈ ചോയ്ക്കണേന്റെ എത്തിയരാ. കാരണം എന്താ, ബാഗ് എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കണം. നീ ചോയ്ക്കണേന്റെ എത്തിയരാ. അപ്പൊ ഒരാൾ തോണ്ടിട്ട് പറഞ്ഞു, നീ അങ്ങോട്ട് കൊടുത്താളെ മരിച്ചിട്ടുണ്ടാവും എന്നല്ല അവര് പറഞ്ഞു, മരിച്ചിട്ടുണ്ടാവും. ഇനി കുച്ചിടല്ലേ വേണ്ടത്. അതിനൊരാൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണെങ്കിൽ അനക്ക് അത്ര അധ്വാന കുറവല്ലേ, അങ്ങോട്ട് കൊടുത്തേക്ക്. ആള് മരിച്ചിക്കണ്. സംഗതി കയ്യിൽ നിന്ന് പോയി മരിച്ചിക്കണ് എന്ന് ഉറപ്പിലാണ് ഇയാൾ കൊടുക്കണത് പൈസക്ക്. സിദ്ദീഖ് എന്നവർ ആ കല്ലുണ്ടല്ലോ, ആ കരിമ്പാറ കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ കറുത്ത മനുഷ്യനെ കണ്ട് വലിച്ചെടുത്തു. യാ അല്ലാഹ്, നോക്കുമ്പോ ഈ തൊലി ഉണ്ടല്ലോ, ഈ കവള്, ഇത് പൊളിഞ്ഞിട്ട് അടിക്ക് വീണിക്കണം. രണ്ട് സൈഡില് കവള് പൊളിഞ്ഞിക്കണ്, മുറിയാവല്ല, പൊളിഞ്ഞിട്ട് താഴേക്ക് വീണിക്കണ്. ചോരീ കളി. ശരീരം മുഴുവനും അടിന്റെ പാട്, ചോരപ്പാട്. നേരം കണ്ടെടുത്തിട്ട് തോള് കണ്ടിട്ട് അപ്പൊ തൊള്ളയിൽ കൂടി ചോര വരികയാണ്. എന്നിട്ട് ഇങ്ങനെ കുലുക്കി, ബിലാൽ മിണ്ടണില്ല, അർദ്ധബോധാവസ്ഥയാണ്. ബിലാൽ മിണ്ടണില്ല. പാഞ്ഞു ഈ മനുഷ്യനെ തോളിലിട്ടിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ റസൂലിന് മുമ്പ് കൊണ്ടെടുത്തു. നബിയെ, ഇതാ നിങ്ങളെ ബിലാൽ, ഇതാ. ആ രംഗൊന്ന് നോക്കാണ് നിങ്ങൾ. എന്താണ് ആ രംഗം? രണ്ട് തൊലിയും ചീന്തി, കവളും പൊളിഞ്ഞി, ഉള്ള മൂക്ക് കൂടിയും തൊള്ളയിൽ കൂടിയൊക്കെ ചോര വന്ന് ബിലാൽ ഇങ്ങനെ കിടക്കണപ്പോ അള്ളാന്റെ റസൂല് വിളിയാണ്, യാ ബിലാൽ. അപ്പൊ കണ്ണിങ്ങനെ തുറന്ന് വെള്ളം കൊടുന്നു, കുളിപ്പിച്ചു കൊടുത്തു. കെട്ടിപ്പിടിച്ചിട്ട് ആ പൊളിഞ്ഞ കവളുണ്ടല്ലോ, അതിന്റെ മേലൊരു മുത്തം കൊടുത്തു. ഞാൻ എന്റെ ഒപ്പുണ്ട് ബിലാലെ. ബിലാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന്റെ കവളിൽ ആദ്യമായി മൂക്ക് വെച്ച് മുത്തിയത് മുഹമ്മദ് മുസ്തഫ. ഒരാളും തിരിഞ്ഞോക്കാത്ത ആളാ. എന്റെ കവളിൽ ആദ്യമായി എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം ചെയ്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മനുഷ്യനെ എവിടെ എത്തിച്ച്? പിന്നെ ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഈ ആളെ എവിടെ എത്തിച്ച്? മക്കം ഫത്തഹിന്റെ അന്ന് കാബൊക്കെ കഴുകി വൃത്തിയാക്കി ഫത്ഹായി ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. ഇനി കാബയുടെ മട്ടുപ്പാവ് കയറിയിട്ട് ചവിട്ടില് വിരലിട്ടിട്ടൊരു വാങ്ങ് കൊടുക്കണം. അത് പ്രോജ്വല ഉദ്യോഗമാണ്, വലിയ സ്ഥാനാണ്. അത് നമ്മളിപ്പോ പ്രധാനമന്ത്രിന്റെ സ്ഥാനമൊക്കെ കരുതിനേക്കാളും വലിയ സ്ഥാനമാണ് അവര് കരുതുന്നത്. അപ്പൊ അത് നിർവഹിക്കാൻ ഒരാളെ കിട്ടണം. മുത്തനബി ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഓരോ സഹാബാക്കളും മുമ്പ് വരികയാണ്, ഇന്നെ വിളിച്ചാൽ എന്ന്. അപ്പൊ അള്ളാഹു റസൂൽ ഇങ്ങനെ തെരഞ്ഞിട്ട് വെച്ചു, അയിന ബിലാൽ. ഈ കറുത്ത മനുഷ്യനാണ് ആ വെളുത്ത ആൾക്കാരുടെ നിന്ന് തെരഞ്ഞെടുത്തത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് വാ മോനെ, കേറ്, കൊടുക്കുവാങ്ക്. കരിങ്കൽ ചീളുകൾക്കിടയിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ട കഠോര പീഡനത്തിന് പാത്രീഭവിച്ചിരുന്ന മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത, പാതിരാവിന്റെ ഉള്ളറയിൽ ഉമയ്യത്തിന്റെ കുതിരാലയത്തിൽ വെച്ച് കള്ളു കുടിക്കുന്ന ആളുകൾക്ക് പാട്ടുപാടാൻ വിധിക്കപ്പെട്ട ഈ മനുഷ്യനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഏറ്റവും സമുന്നതമായ ഉദ്യോഗം കൊടുത്തുകൊണ്ട് ആദരിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ കറുകറുത്ത മനുഷ്യനെ കാബത്തിന്റെ മേലെ കയറ്റി വാങ്ങൊടുക്കാൻ വേണ്ടി അഭിപ്രായങ്ങൾ പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ച സമയത്ത് പിറകഭാഗത്ത് നിന്ന് ചില ആളുകൾ അറിയാതെ ചോദിച്ചു, വെളുവെളുത്ത സുന്ദരന്മാരാ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോ ആ കറുത്ത കാക്കനെ വേണോ കാബത്തിന്റെ മേലെ കയറ്റാൻ? ഈ കറുകറുത്ത കാക്കച്ചിനെ കയറ്റണോ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അപ്പോഴാണ് ഇറങ്ങിയത്, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ മനസ്സെന്താണ്, അവിടുത്തെ ഔദാര്യം എന്താണ്?
അവിടുത്തെ വൈശിഷ്ട വിശേഷണം എന്താണ്, അവിടുത്തെ ഉത്കൃഷ്ട സ്വഭാവം എന്താണ്, ഇതൊക്കെ പഠിക്കുമ്പോൾ അറിയാതെ ഈ പേര് കേട്ടാൽ നമ്മൾ വിതിമ്പി പോകും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാനും അനുഭവിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇല്ല, അത് വഖഫ് ചെയ്യൂല, അവിടെ ഞാൻ നിർത്തുകയാണ്. അതില്ല, ഇതൊരു പുഴയാണ്, ഇതൊരു പുഴയാണ്. ഇത് നീന്തിത്തുഴഞ്ഞ മുത്തും പവിഴങ്ങളും പെറുക്കേണ്ട പുഴയാണ്. മഹബത്തിന്റെ ഓളം തള്ളുന്ന പുഴയിലൂടെ നമുക്ക് ചെന്ന് ചേരാനുള്ളത് വിശാലമായ അനന്തമായ വിജ്ഞാനത്തിന്റെ പട്ടണമായ അനന്തമായ കാരുണ്യത്തിന്റെ കാർമേഘ മഴവർഷമായ അനന്തമായ അറ്റമില്ലാത്ത സമുദ്ര ചരിത്രത്തിന്റെ ഉദ്യാനത്തിന്റെ രാജനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയാ. അള്ളാഹു നമുക്കതിന് ധാരാളം പഠിക്കണം. എന്താ കുട്ടികൾക്കൊക്കെ റസൂലുള്ളാഹിനെ അറിയാനുള്ള നല്ല നല്ല പുസ്തകങ്ങൾ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ കൈവിട്ടു പോകുന്നു. എന്നാലും മഞ്ചേരി ടൗണിലായിരുന്നല്ലോ പരിപാടി. ഒരുപാട് ആളുകൾ ദ്വാരക്കാനെ ചെട്ടിൽ പറഞ്ഞത് കുട്ടികൾ മുർത്തദ്ദാവാതിരിക്കാൻ ദ്വാരക്കണം എന്നാണ്. അപ്പൊ ഇന്നിവിടെ ചായയും ചീനിയും കൊടുക്കണ ബഷീർക്കും പറഞ്ഞ അതാണ്, കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പൊ ഏകദേശം കുട്ടികൾ മരിച്ചിട്ടുണ്ടാവുന്നു. ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥ ഉസ്താദിനെ അറിയില്ലേ എന്നാ പറഞ്ഞത്. അത് തൻ്റെ ആയിട്ടുള്ള വാപ്പയാണ്. നമ്മളെ നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ ആരിഫ് ഹുസൈനെ പോലെയുള്ള വൃത്തികെട്ട കാളമൂത്ര വാക്കുകൾക്ക് മാത്രം പടച്ചോൻ ഭൂമിയിൽ ഇറക്കിയ ശല്യങ്ങൾ, അവരുടെ കബളിപ്പിക്കൽ കേട്ടുകൊണ്ട് സംശയാലുക്കളായി വസ്വാസം ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. ആഖിറുസമാനാണ്, എല്ലായിടത്തും കൂടി പോയിട്ട് ഞമ്മക്കിങ്ങനെ സംശയം നീക്കാനും കഴിയില്ല. ഇത് ഓപ്പണാണ് ഈ ക്ലാസ്, ആർക്കും വരാം, സംശയം ചോദിക്കാം, എന്തും ചോദിക്കാം. ഇത് ഓപ്പൺ ക്ലാസ്. സംശയങ്ങൾ നീക്കി നന്നാവണം എന്ന് ആഗ്രഹമുള്ള ആർക്കും ഇവിടെ വരാം. അത് ഏത് വലിയ ആളായാലും ചെറിയ ആളും, അവർക്കുള്ള സംശയങ്ങൾ ചോദിക്കാം. എല്ലാരും കേൾക്കട്ടെ. അല്ല അപ്പൊ നമുക്ക് ഓരോ പേരെ തെരഞ്ഞെടുത്തിട്ട് അവിടെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ സംശയം നീക്കി മരുന്ന് കൊടുക്കാൻ പറ്റുമോ? മെഡിക്കൽ ഷോപ്പ് തുറന്നു വെച്ചിക്കണം. ഇനി രോഗികൾ വരിക, മരുന്ന് നമ്മൾ തരും. അല്ലാതെ ഇതിങ്ങനെ പൊതിഞ്ഞിട്ട് ഓരോ പേരെയൊക്കെ കൊണ്ടുകൊടുക്കാൻ നമുക്കാവില്ല. ഇവിടെ മരുന്നുകൾ തുറന്നു വെച്ചിരിക്കണം, കട ഉണ്ട്. വന്നാൽ രോഗം മനസ്സിലായി അതിനുള്ള മരുന്ന് തരും. എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോ ഇനിയിപ്പോ നിഷേധികളും പരിഹസിക്കുന്ന ആളുകളാണെങ്കിൽ സമയം പോക്കിയിട്ട് കാര്യമില്ല. കാരണം അതാണ് ഈ ആരിഫ് ഹുസൈന്റെ സ്ഥിതി തന്നെ കണ്ടില്ല. അവിടെ പോയിട്ട് ഖുർആനിലും കാണിച്ചരാ, അല്ലെങ്കിൽ മാപ്പ് പറയുമെന്ന് പറഞ്ഞു, ഇതുവരെ മാപ്പ് അറിയില്ല. ഇപ്പോഴും പറഞ്ഞ മുമ്പ് ജയിച്ചിക്കണെന്ന്. അത് ഹിദായത്ത് പോയാൽ അങ്ങനെയാണ്. ഈ അടപ്പൂരി ആള് പറയാണ് എനിക്ക് നല്ല ഉഷാറായിട്ടുണ്ട് അവിടെ. ഹിദായത്ത് പോയാൽ എന്താണ് ഹക്ക് എന്ന് മനസ്സിലാവില്ല. കാടങ്ങനെ കയറി പോകും. ലാസ്റ്റ് ശ്വാസ സമയത്തെ പെടക്കുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു തല നമ്മളെയും നമ്മളെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാവരും എല്ലാ തിന്മകൾക്കും സൗകര്യമുള്ള അവസ്ഥയിലാണെന്നുള്ളത്. കാരണം കൂട്ടുകെട്ടും പുറത്തിറങ്ങുന്നു വേണ്ട, കയ്യിൽ മൊബൈൽ ഉണ്ടായാൽ തന്നെ കാഫറാവും. അക്കാലാണിത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പ മദ്രസ മുഅല്ലിമായിരുന്നു. ബഷീർ ഖാന്റെ വാപ്പ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ആള് പഠിച്ചോനെ. ഇവിടെ തോന്നില് തന്നെ ഇപ്പൊ നമ്മളെ കണ്ണിന്റെ അവസ്ഥ നോക്കാണ്. ഇപ്പൊ ഈ കണ്ണോണ്ടാ പഠിച്ചോനെ കാണുന്നതാണ്, മുമ്പിലിരിക്കണ മുമ്പരെ കാണില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വാപ്പക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബറ് വിശാലായി കൊടുക്കട്ടെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഉമ്മക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ കൂലി കൊടുക്കട്ടെ. അവരെയും അവരെ മക്കളെയും നമ്മളെയും നമ്മളെ മക്കളെയും ഒക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാഹ്. തെറ്റുകൾ പൊറുക്കണേ അല്ലാഹ്. ഹബീബിനെ മദ്ഹ് ചെയ്യാനുള്ള ആരോഗ്യം തരണേ അല്ലാഹ്. രോഗമോ പ്രായമോ ക്ഷീണമോ അതിന് തടസ്സമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകളെ ഈ പ്രകാശം സന്നിവേശിപ്പിച്ച് മഹബത്തിന്റെ ഹിദായത്തിന്റെ ഗ്രൗണ്ടിലേക്കാക്കി അവസാനം അവർക്കിടയിൽ ദിക്ർ ഉറക്കെ ചൊല്ലി അവരെ സൃഷ്ടിച്ച് അവരെ നിലനിർത്തി അവർക്ക് ഹിദായത്തിന്റെ വെള്ളവും ഒളിച്ചവും ഇൽമിലൂടെ പകർന്നു കൊടുത്ത് അവസാനം ദഅവത്തിന്റെ സന്തോഷ സമയത്ത് പടച്ചോനെ നീ ഞങ്ങളെ വിളിക്കണേ അല്ലാഹ്.
ഓരോ ആളുകൾക്കും എങ്ങനെയാണോ ദഅവത്ത് ചെയ്യാൻ പറ്റുക, അതുകൊണ്ടാണ് അത് പറയുന്നത്. എനിക്ക് പ്രസംഗിച്ചിട്ട് പറ്റും, ചിലർക്ക് എഴുതിയിട്ട് പറ്റും, ചിലർക്ക് ചിരിച്ചിട്ട് പറ്റും, ചിലർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പറ്റും, ചില ആളുകൾക്ക് ഉപദേശിച്ചിട്ട് പറ്റും. ഒക്കെ ദഅവത്താണ്. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ദഅവത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ പെടുന്നനെ ഒന്നും മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരിക്കുമില്ലാത്ത കാലമാണ്, ലോകമാണ്. നിന്നോടും പടപ്പുകളോടും ബാധ്യതകൾ വാക്കി വെച്ച് മരിപ്പിക്കല്ലേ അല്ലാഹ്. ബാധ്യതകളിൽ നിന്ന് പെടുന്നനെ മുക്തനാക്കണേ അല്ലാഹ്. കടങ്ങൾ വാക്കി വെക്കല്ലേ അല്ലാഹ്. പ്രയാസങ്ങൾ ഉണ്ടാക്കല്ലേ തമ്പുരാനെ. മാരക രോഗം തരല്ലേ അല്ലാഹ്. അള്ളാഹുവെ ദുനിയാവും ആഖിറവും നാണം കെടുത്തല്ലേ അല്ലാഹ്. പാവങ്ങളാണ്, ദോഷികളാണ്, നീ അർഹമുർ റഹീമീനാണ്. കൊള്ളക്കാർ ഔലിയാക്കളാക്കിയത് നീയാണ്. ഞങ്ങളെ നീ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കൂലിപ്പണിക്കാരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പ്രവാസികളുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കടലിൽ പോയി പണിയെടുക്കുന്ന അരച്ചാണുകാരന് വേണ്ടി പടവരുതുന്നവരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പരീക്ഷണങ്ങൾ നേരിട്ട് കൽബ് തകർന്ന് നടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് സലാമത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് റഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير وهب لنا يا وهاب واستر عيوبنا يا ستار وارحمنا يا رحمن وسلمنا يا سلام يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود يا مانع يا ضار يا جبار يا منتقم يا رب العالمين. واغفر لوالدينا ولمن دفنوا حوالينا ولمن حضروا معنا في المجالس خصوصا في هذا المجلس ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين. വെള്ളിയാഴ്ച മറ്റന്നാൾ രാത്രിയാണ് ഫിർദൗസിലുള്ള എൻ്റെ മദ്ഹ് വാർഷിക പ്രഭാഷണമാണ്. നാളെ രാത്രിയാണ്. എന്നേക്കാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എന്തിനാ എല്ലാവരും കുടുംബേറ്റ് വരാം. ആരാണ് മുത്തനബീന്ന് തലയിൽ ഒരല്പം കയറിയാൽ ഞാൻ വിജയിച്ചു. അല്ല പൈസക്കൊന്നുമല്ല. ഞാൻ അതിന് പൈസ വാങ്ങലുണ്ടോ അറിയില്ല, ഓർമ്മയില്ല. എനിക്ക് തരണവും തരാത്തതും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ അത് ലക്ഷ്യമല്ല. എന്താണ് ജീവിത ആയുസ് കാലത്ത് ഇന്നാവുകൊണ്ട് ആരെങ്കിലും റസൂലുള്ളാഹിനെ പഠിച്ചാൽ അൽഹംദുലില്ലാഹ് ധൈര്യമായിട്ട് മരിച്ചു. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും കുടുംബസമേതം വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.